അച്ഛനും മകളും കൂടി ഗൂഢാലോചന നടത്തി എന്റെ മോനെ എവിടെയാ മാഷെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? എന്താ സുശീലേ, പുതിയ എന്ത് ഭ്രാന്തുമായിട്ടാ നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? ഭ്രാന്ത് എനിക്കല്ല മാഷെ, നിങ്ങൾക്ക് നിങ്ങളുടെ മകക്കുവാ. അച്ഛനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അവൾക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോട്ടെ. ഞാനങ്ങനെ വെറും കൈയോടെ പോവില്ല മാഷെ. എനിക്ക് എന്റെ മകൻ എവിടെയാണെന്ന് അറിഞ്ഞേ പറ്റൂ. അവനെയും കൊണ്ടേ ഞാൻ പോവും. അപ്പോ നിന്റെ മോനിന്ന് കോടതി പോയില്ലേ? അവൻ ഡിവോഴ്സ് വേണ്ടെന്ന് വെച്ച് എങ്ങോട്ടെങ്കിലും പോയോ സുശീലേ? അവൻ ഒറ്റയ്ക്കല്ലല്ലോ മാഷ പോയത്, നിങ്ങളുടെ മകളും കൂടിയാ. സുശീലാന്റി എന്തൊക്കെയാ പറയുന്നേ? ഇന്ദിരേട്ടനും അനുചേച്ചിയും കൂടെ എങ്ങോട്ട് പോയെന്നാ? ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. നീ അറിഞ്ഞില്ലെങ്കിൽ നിന്റെ അച്ഛനോട് ചോദിക്കടി. ആനന്ദം മാഷിന്റെ ഒത്താശയോടെ അല്ലാതെ അവരെങ്ങോട്ടും പോവില്ല. എന്തൊക്കെയാ ഇവര് പറയുന്നേ? അനു മോനെയും കൊണ്ട് കോടതിയിലേക്ക് പോയതല്ലേ? അവള് വരാൻ വൈകുന്നതും ഇവര് പറയുന്നതും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവോ? ഇന്ദിരേട്ടനും അനുചേച്ചി എങ്ങോട്ടോ പോയെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞാൻ കണ്ടതാടി. അവനും അവളും കൂടി കോടതിക്കകത്തുള്ള റെസ്റ്റോറന്റിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടതാ. കുറച്ചു കഴിഞ്ഞ് കേസ് വിളിച്ചപ്പോ രണ്ടുപേരെയും കാണുന്നില്ല. ഞാൻ ഓടിച്ചെന്ന് റെസ്റ്റോറന്റിൽ ചെന്ന് നോക്കിയപ്പോ അവിടെയും കാണുന്നില്ല. വിളിച്ചു നോക്കിയപ്പോ ഫോൺ സ്വിച്ച് ഓഫ്. രണ്ടാളും കരുതിക്കൊട്ടി ഒളിച്ചിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. കണ്ടില്ലേ? കണ്ടോ? നിങ്ങളുടെ അച്ഛൻ ഒരു കൂസലും ഇല്ലാതെ കസേര കയറി ഇരുന്നത്. മോളെ വീണ്ടും എന്റെ മോന്റെ തലയിൽ വെച്ചു കൊടുത്തതിന്റെ ആശ്വാസം അയാൾക്ക്. എന്റെ മോളെ ഞാനായിട്ട് ഒരിക്കലും നിന്റെ മോന്റെ കൂടെ വിടില്ല സുശീലേ. അത് കഴിഞ്ഞ ദിവസം നമ്മൾ തമ്മിൽ റോഡിൽ വെച്ച് കണ്ടപ്പോ ഞാൻ എടുത്ത തീരുമാനം. എന്ന് വെച്ച് അവള് കുഞ്ഞിനെയും കൊണ്ട് ഇന്ദ്രന്റെ കൂടെ പോയെന്ന് കേട്ട ഉടനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല. കാരണം കോടതിയിൽ നിന്ന് നിയമപരമായ ഒരു പിരിയുന്നത് വരെ ഒരു ഭാര്യയും ഭർത്താവുക. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ കുഞ്ഞിനെയും കൊണ്ട് എവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നാണമില്ലല്ലോടെ തനിക്കിത് പറയാൻ. കറിവേപ്പില കണക്കെ വലിച്ചെറിഞ്ഞവന്റെ കൂടെ എവിടെ വേണമെങ്കിലും പൊയ്ക്കോട്ടെ എന്ന്. ഇത്രയ്ക്കും അന്തസ് കെട്ട് പോയോ മാഷെ നിങ്ങള്? വേറൊരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ച ഇന്ദ്രന്റെ കൂടെ മകളെ അയക്കുന്നതും അവളെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ വെക്കുന്നതും ഒരുപോലെയാ മാഷെ. സുശീലേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മാഷെ, അവളും അവനും കൂടി ഒരുമിച്ച് പോയി ചത്താലും ഞാനങ്ങ് സഹിക്കും. പക്ഷേ ഈ സുശീലയുടെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ അവരെ രണ്ടുപേരെയും ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല മാഷെ. നോക്കിക്കോ. ഇത് കണ്ടോ മാഷെ? ഈ കമ്പനി ഒരിക്കലും കൂടിച്ചേരില്ലെന്ന് സത്യമാണെങ്കിൽ സുശീല ജീവിച്ചിരിക്കെ ഇന്ദ്രനും അനുപമയും കൂടിച്ചേരില്ലെന്നതും പരമമായ സത്യമാണ് മാഷെ. അങ്ങനെ നടക്കൂ.